കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജനമെല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവീൻ. നമ്മുടെ ഹൃദയം അവിടുത്തെ മുൻപാകെ പകരണം. വെള്ളം പകരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. അന്ന ഹൃദയം പകർന്നു, കാരണം അവിടെ വേദനയുടെ ആഴം ആർക്കും അറിയില്ല. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നാൽ അതിൻ്റെ പിന്നിൽ വരുന്ന റിസൾട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിൻ്റെ തകർച്ചകൾ ആർക്കും അറിയത്തില്ല. ഹസ്ബൻഡിന് അറിയില്ല, വൈഫിന് അറിയത്തില്ല, കുട്ടികൾക്ക് അറിയത്തില്ല, മാതാപിതാക്കൾക്ക് അറിയത്തില്ല, സഹോദരങ്ങൾക്കും അറിയത്തില്ല, പാസ്റ്റേഴ്സിനും അറിയത്തില്ല. പക്ഷേ നമ്മുടെ മനസ്സ് തകർന്നാൽ, നമുക്കറിയാം, യേശു ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോയി. അത് യേശുവിന് മനസ്സിലായി. യേശു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവായ ദൈവത്തിലും എന്നിലും വിശ്വസിപ്പീൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കലക്കങ്ങൾ വരുമ്പോൾ, കുലുക്കങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആഴം അറിയാവുന്ന ഒരു കർത്താവുണ്ട്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതേ ഭക്തൻ മറ്റൊരിടത്ത് പറയുന്നു, നിൻ്റെ ഹൃദയം സുഖത്തോടെ ഇരിക്കട്ടെ. വിളിച്ചപേക്ഷിക്കുന്നവർ ഹൃദയത്തിൽ വരുന്ന തകർച്ചകളെ മാറ്റി ഹൃദയത്തെ സുഖത്തോടെ വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിലും ഒന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ, അങ്ങയുടെ കരം എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഇടയാക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും, അവരെ സഹായിക്കാൻ ദൈവം കൂടെയുണ്ട്. ശക്തീകരിക്കാൻ ദൈവം കൂടെയുണ്ട്. ബലം കൽപ്പിക്കാൻ ദൈവം കൂടെയുണ്ട്. ഹന്നായിക്ക് തലകുനിക്കപ്പെടേണ്ടി വന്നില്ല. ദീർഘവർഷങ്ങൾ അവളുടെ ചോദ്യങ്ങൾ, അവൾക്കെതിരെയുള്ള നിന്ദകൾ, അപമാനങ്ങൾ, ആലയത്തിൽ ചെന്ന് അവിടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയപ്പോൾ, ഹൃദയം പകർന്നപ്പോൾ, അത് കേട്ട ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകലിലും ആരും കേട്ടില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. നിങ്ങളുടെ സകല വിഷയങ്ങളും നെടുവീർപ്പുകളും ഉള്ളതുപോലെ അറിയാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലൊന്ന് തിരിച്ചറിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് വിളിച്ചു പറ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുകയും. ഏത് കാലത്തും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപാകെ പകരുകയും. ഉയരത്തിൽ നിന്നൊരു മറുപടി ഉണ്ടാകും. ഭൂമിയിലെ വാതിലുകളൊക്കെ അടഞ്ഞപ്പോൾ, റോമിലെ ഗേറ്റ് ഡൊമേഷ്യൻ ചക്രവർത്തി യോഹന്നാൻ്റെ മുമ്പിൽ അടച്ചപ്പോൾ, യോഹന്നാൻ കണ്ടത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ലോകത്തിലെ വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോഴാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം, അതിൻ്റെ മഹിമ ഈ പകലും ദർശിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ലോകമിനി അടച്ചോട്ടെ, തുറക്കത്തില്ലെന്ന് പറയട്ടെ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ തുറക്കും, ആർക്കതിനെ അടയ്ക്കാൻ കഴിയും. ലോകം നിശ്ചലമായെന്ന് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. ഭയത്തിൻ്റെ ശക്തി വരുമ്പോഴാണ് സർവശക്തൻ പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആശയറ്റെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല. ഇന്ന് പകലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ, എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു, അവിടുന്ന് മടങ്ങി വരും, കഷ്ടതയും മുറവിളിയും മരണവുമില്ലാത്ത ഒരു നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും.
വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും വ്യക്തമായി തിരിച്ചറിയാൻ ഇന്ന് പകലിടയാകും. സെക്കരിയ പ്രവചനത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് പരിചിതമാണല്ലോ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന യെരൂശലേമിന് സത്യനഗരം എന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും. അടുത്ത ശ്രദ്ധിക്കണമേ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് വീണ്ടും പറഞ്ഞിട്ട് പറയുന്നു, ഇനി യെരൂശലേമിൻ്റെ വീഥികളിൽ വൃദ്ധന്മാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ്റെ കയ്യിൽ വടിപിടിക്കും. നഗരത്തിൻ്റെ വീഥികളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും നിറഞ്ഞിരിക്കും. അവർ അതിൻ്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. ദൂതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്താൽ അതിനെ ദുർബലമാക്കാൻ ആർക്കും കഴിയില്ല. അവിടുത്തെ വചനം പറയുന്നു, ഞാൻ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നതാര്? എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാവുന്നവനാര്? പ്രൈസ് ദി ലോർഡ്. ഇവിടെയും പറയുന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് ആരുമില്ല, ഒറ്റയ്ക്കാന്നൊക്കെ പലരും പറയാറില്ലേ? അങ്ങനെ ഇനിയും പറയരുത്. ഇസ്രായേൽ മക്കൾക്ക് സൈന്യമില്ലായിരുന്നു, കുതിരകളില്ലായിരുന്നു, രഥമില്ലായിരുന്നു, യാതൊരു സംവിധാനവും ഇല്ലെങ്കിലും പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഇസ്രായേൽ സൈന്യവും മിസ്രൈമിൽക്ക് സൈന്യമുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽക്ക് സൈന്യമില്ലാതിരിക്കുമ്പോൾ തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിൻ്റെ കൂടെ വരുമ്പോൾ നീയും ഒരു സൈന്യമായി മാറുകയാണ്. സ്തോത്രം. ഈ പകൽ വിശ്വസിക്കുക, എനിക്ക് ശക്തിയില്ല, ഞാൻ തകർന്നു പോകും, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, സംവിധാനങ്ങളില്ല, സ്വാധീനങ്ങളില്ല, ഒരധികാരങ്ങളുമില്ല എന്ന് ചിന്തിച്ചൊറ്റപ്പെടുവാണോ എന്ന് സംശയിക്കുമ്പോൾ വിളിച്ചു പറ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവാണ് അരുളി ചെയ്യുന്നത്, ഞാൻ യെരൂശലേമിലേക്ക് തിരിയാൻ പോകുക, ഞാൻ മടങ്ങി വരാൻ പോകുക, ഞാൻ അവരെ ഓർക്കാൻ പോകുക, ഞാൻ അവരെ നടത്താൻ പോകുക, ഞാൻ അവരിലേക്ക് എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ ചോദ്യം ചെയ്യപ്പെട്ടിടത്ത്, നിന്റെ ദൈവം എവിടെയെന്ന് സിയോനോട് ചോദിച്ചിടത്ത് തിരുവെഴുത്ത് പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് തിരിയാൻ പോകുക. അവർ അനുതാപത്തോടും വിലാപത്തോടും ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം പറയുന്നു, എനിക്ക് എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. പ്രിയരെ, ദൈവത്തിൻ്റെ അടുക്കൽ മുട്ടുകുത്തുന്നവന് വേണ്ടി ദൈവം ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. പലരും മറക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നവനെ മറക്കാത്ത ദൈവം, അടുത്തിരിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവം, അറിയുന്നവനെ ഉയർത്തുന്ന ദൈവം, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ദൈവം. ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം ഓർക്കുകയാണ്. ദൈവം മടങ്ങി വരുന്നു. പിശാച് എടുത്തുകൊണ്ട് പോയതും ചിതറിച്ചതും ബന്ധം നഷ്ടപ്പെട്ടതും പ്രത്യാശയ്ക്ക് ഭംഗം വന്നതും. നോക്കൂ, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യപുത്രന് പറയാൻ കഴിയും, ദൈവം അങ്ങനെ ചോദിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം ഈ അസ്ഥികളിലേക്ക് ജീവൻ അയക്കും.
ഈ അസ്ഥികൾ എഴുന്നേൽക്കും. കാരണം താഴോട്ട് വായിക്കുമ്പോൾ പറയുക, ഈ അസ്ഥികളൊക്കെ ഇസ്രയേൽ ഗ്രഹമാ, ഞങ്ങൾ തീരെ മുടിഞ്ഞു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് ഇസ്രയേൽ പറയുമ്പോൾ ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. ശവക്കുഴി എന്ന് പറഞ്ഞാൽ നിശ്ചലമായതാണ്, നാറ്റം വെച്ച വിഷയമാണ്, നിർജീവമായതാണ്. അത് തുറന്നിട്ട് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും, ഞാൻ നിങ്ങളെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അവിടെ ആശ്വാസം പ്രാപിക്കും. നിങ്ങൾ അപ്പോൾ മനസ്സിലാകും ഞാൻ ജീവനുള്ള ദൈവമാണ് എന്ന് നിങ്ങൾക്കപ്പോൾ അറിയാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് തിരിയുന്നു. ദൈവം നമ്മുടെ അടുക്കലേക്ക് തിരിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇനിയും യെരൂശലേമിൻ്റെ വീഥികളിൽ വൃദ്ധന്മാരും ഇരിക്കും. ഹല്ലേലൂയ. വാർദ്ധക്യം നിമിത്തം എന്ന് വെച്ചാൽ ദീർഘായുസ്സ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. പകുതി വഴിക്ക് അസ്തമിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, ഒതുക്കുവാൻ, അപായപ്പെടുത്തുവാൻ, ശൂന്യമാക്കുവാൻ ഒക്കെ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇപ്പുറത്ത് നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്ന, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തി എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്ന ദൈവമാ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയുകയാ, ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിയുകയാ, ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് തിരിയുകയാ, ഞാൻ നിങ്ങളുടെ സഭയിലേക്ക് തിരിയുകയാ, ഞാൻ നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിലേക്ക് തിരിയുകയാ, ഞാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിയുകയാ. എല്ലാ ബാന്ധവങ്ങളും ഇന്ന് പകൽ പൊട്ടുകയാ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയം പ്രഖ്യാപിക്കുക. അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും നിറഞ്ഞിരിക്കും. ഒരു പുഷ്ടി ഉണ്ടാവും, ഉല്ലാസമുണ്ടാവും, സന്തോഷമുണ്ടാവും, നിറവുണ്ടാവും. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം സിയോനിലേക്ക് വരും. വിശുദ്ധ പർവ്വതമാ, വിശുദ്ധ പർവ്വതത്തെ അശുദ്ധമാക്കിയ ദുഷ്ടശക്തികൾ പറഞ്ഞു, ഇന്നിൻ്റെ ദൈവം സിയോനോട് ചോദിക്കുക, എവിടെ നിങ്ങളുടെ ദൈവം? ദൈവം പറഞ്ഞില്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക. അതുകൊണ്ടാണ് 115 സങ്കീർത്തനം പറയുന്നത്, നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ദൈവം. ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർത്ത് അവരെ അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവ സിയോൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, സിയോനെ നിന്നിച്ചെങ്കിൽ അതേ സിയോനിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവിക ശക്തി, അവിടുത്തെ മഹിമ നിങ്ങളുടെ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുക. കർത്താവ് നമ്മളിലേക്ക് തിരിയുക. ആ വാക്യം മറന്നു പോകരുത്. യഹോവയുടെ അരുളപ്പാട്, സിയോനിലേക്ക് ഞാൻ മടങ്ങി വന്ന യെരൂശലേമിൻ്റെ മധ്യ വസിക്കും. കേട്ടോ, യെരൂശലേമിൻ്റെ മധ്യ വസിച്ചാൽ ഒരു ശക്തിക്കും അവിടേക്ക് വരാൻ പറ്റില്ല. അത് സത്യനഗരമായി മാറും. അവിടെ സത്യസന്ധമായ ദൈവപ്രവർത്തികൾ, അന്യായങ്ങൾ അവിടെ ഉണ്ടാകില്ല, കവർച്ചകൾ അവിടെ ഉണ്ടാകില്ല, അനീതി അവിടെ ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുക. നാളുകളായി നീതി നിഷേധിക്കപ്പെട്ട, ന്യായം നിഷേധിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നമ്മുടെ മധ്യ വസിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യ വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മധ്യ വസിക്കുന്നെങ്കിൽ അത് തകരത്തില്ല. സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തകരത്തില്ല. നിങ്ങളുടെ മിനിസ്ട്രിയിലുണ്ടെങ്കിൽ തകരില്ല. നിങ്ങളുടെ തലമുറകൾ തകരില്ല. നിങ്ങളുടെ ആത്മീയത തകരില്ല. ദൈവം അതിൻ്റെ മധ്യ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. സങ്കീർത്തനം 46 ഉറപ്പാക്ക്, ദൈവം ഞങ്ങളുടെ മധ്യ ഉണ്ട്. ദൈവാധികാരത്തിൽ ഞങ്ങളെ സഹായിക്കും. സ്തോത്രം. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വെളിപ്പെട്ടിരിക്കയാൽ സ്തോത്രം. ദൈവം ഞങ്ങളുടെ മധ്യ തിരിഞ്ഞിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ മധ്യ വസിച്ചിരിക്കയാൽ സ്തോത്രം. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് തലമുറകൾ ആത്മാവിൽ ആനന്ദിക്കുന്നവരായി, സന്തോഷിക്കുന്നവരായി, നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയാനുഭവം ഓർമ്മയിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ മധ്യ വസിക്കുന്നു. മധ്യ വസിച്ചാൽ കുലുങ്ങിപ്പോവില്ല. ഈ വചനങ്ങളാൽ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.